ഹലോ ഗൈസ്, റിഡക്റ്റീവയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. ലോകം അവസാനിക്കാൻ പോകുന്നുണ്ടോ ഈ അടുത്തെങ്ങാനും? അതും നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആംഗിളിൽ കൂടിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. കാരണം ഇതും അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അത് കണ്ടാൽ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം കാര്യത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഡൂംസ്ഡേനെ പറ്റിയിട്ടാണ്. അപ്പം ഡൂംസ്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമാനിറ്റി ഒന്നും വേൾഡിൽ ബാക്കിയില്ലാത്തൊരവസ്ഥ. ഹ്യൂമൻസൊക്കെ മരിച്ചു, എർത്തും പ്ലാനറ്റ്സൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ ഹ്യൂമാനിറ്റി ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരവസ്ഥ വരുമോ? എത്ര ദൂരെയാണ്? എന്തായാലും ഫോർ എവർ ഹ്യൂമാനിറ്റി ജീവിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും എത്ര കാലം ജീവിക്കും? അപ്പോൾ ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1945 ഈ ന്യൂക്ലിയർ ബോംബൊക്കെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് വരികയാണ്, ബുള്ളറ്റിൻ ഓഫ് ദ അറ്റോമിക് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിൻ്റെ മെയിൻ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈനും ഓപ്പൻഹൈമറൊക്കെ പോലുള്ള ആൾക്കാരാണ്. ഈ ഗ്രൂപ്പ് ഒരു പുതിയ കോൺസെപ്റ്റ് ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അപ്പം കുറേ കൺസിഡറേഷൻസ്, ഹ്യൂമൻസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ലോകം അവസാനിക്കാനുള്ള ചാൻസസ്, അതായത് ന്യൂക്ലിയർ വാർ, AI ടേക്ക് ഓവർ ചെയ്യുന്നത്, ക്ലൈമറ്റ് ചേഞ്ച്, അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് ലോകാവസാനം എത്ര അടുത്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പം ഈ ക്ലോക്ക് 12 മണിയാവുമ്പം ലോകം അവസാനിക്കും എന്നുള്ള ഒരു ഐഡിയയിലാണ് പോകുന്നത്. 12 മണിൻ്റെ എത്ര ബാക്കോട്ടേക്കാണോ വരുന്നത് അത്രയും സേഫാണ് നമ്മൾ. അപ്പോൾ 1947 തൊട്ട് ഇങ്ങോട്ട് എല്ലാ കൊല്ലവും ഓൾമോസ്റ്റ് ഇവർ ഈ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇയറിലെ ഇവൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഈ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തത് ജാനുവരി 2024 ഇപ്പം നമുക്ക് 90 seconds to midnight ആണ് ബാക്കിയുള്ളത്. അതായത് ഇതാണ് ഏറ്റവും ക്ലോസസ്റ്റ്. വി ഹാവ് കം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ രക്ഷ ഇസ് വെരി ടഫ്. അപ്പം എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹോപ്പിലുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ഹ്യൂമൻസ് രക്ഷപ്പെടുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ഹോപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആർഗ്യുമെൻറ്റ്, ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിട്ടും കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെയുണ്ടാവും. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റിലേക്ക് പോവാം. മെയിൻ ആർഗ്യുമെൻറ്റിൽ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് പോലെ നോക്കാം. 2 ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 2 ബോക്സിലും നമ്മൾ കുറേ ബോളുകൾ ഫില്ല് ചെയ്യാണ്. നമ്പേർഡ് ബോൾസാണ്. അപ്പോൾ അതുമ്പോൾ 1 2 3 4 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഒരു ബോക്സിൽ 10 ബോളുകളുണ്ട്, നമ്പേർഡ് 1 2 3 4 5 6 7 8 9 10. വേറൊരു ബോക്സിൽ 1000 ബോളുകളുണ്ട്, 1 2 3 4 അങ്ങനെ പോയി 1000 ബോൾ വരെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏതോ ബോക്സാണെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ആൻഡ് ഈ ബോക്സ് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ണും പൂട്ടിയിട്ട് ഏതോ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഒരു ബോൾ എടുത്തു. ആ ബോൾ നമുക്ക് കിട്ടിയത് നമ്പർ 8 ആണ്, ആ ബോളിൻ്റെ നമ്പർ. എന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ ഏത് ബോക്സിലാണ് കൈയിട്ടത്? 10 ബോളുള്ള ബോക്സിലാണോ അതോ 1000 ബോളുള്ള ബോക്സിലാണോ? പിന്നെ ആൻസർ ആക്ച്വലി ക്വൈറ്റ് സിമ്പിളാണ്. നമുക്ക് പറയാം 10 ബോളുള്ള ബോക്സിൽ കൈയിട്ടാലാണ് നമുക്ക് 8 കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. 1000 ബോളുള്ള ബോക്സിൽ നിന്ന് കൈയിട്ടാൽ വേറെ ഏതെങ്കിലും കുറേ നമ്പേഴ്സ് ഉണ്ട്, 8 കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. 10 ബോൾ മാത്രമുള്ള ബോക്സിൽ നിന്നാണെങ്കിൽ നമ്പർ 8 കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ വേറൊരു കോൺസെപ്റ്റും കൂടി കാണാൻ പോവാണ്. അതിന് മുമ്പേ 2 സിനാരിയോസ് വേൾഡിന്. ഒന്ന് ഡൂം ഏർലി. അപ്പോൾ ഡൂം ഏർലി എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമാനിറ്റി അധികം കാലം ജീവിക്കില്ല. ഇപ്പോൾ ഓൾറെഡി ഹാഫ് ടൈമിലെത്തി ഹ്യൂമാനിറ്റി. സ്റ്റാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി തൊട്ട് എൻഡിൻ്റെ ഹാഫ് ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 100 ബില്യൺ ഹ്യൂമൻസ് ഇപ്പം ഓൾറെഡി ജനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 100 ബില്യണും കൂടി ഉണ്ടാവും, അതിനുശേഷം ഹ്യൂമാനിറ്റി എൻഡ് ചെയ്യും. ഇതാണ് ഡൂം ഏർലി സിനാരിയോ. അപ്പോൾ ഇതിലൊരു ടോട്ടൽ 200 ബില്യൺ ആൾക്കാരാണ് ഈ സിനാരിയോയിൽ ഉണ്ടാകാൻ പോകുന്നത്. 100 ബില്യൺ ഓൾറെഡി ജനിച്ചു, ഇനി ഒരു 100 ബില്യൺ കൂടി കഴിഞ്ഞാൽ
തീർന്നു, ഈ എർത്തിൽ വെച്ച് തന്നെ ഹ്യൂമാനിറ്റി അവസാനിക്കും. വേറൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂം ലേറ്റ്, അതായത് ഹ്യൂമൻസ് എർത്തൊക്കെ വിട്ട് ബാക്കിയുള്ള ഈ ഗാലക്സി മൊത്തം സ്പ്രെഡായി സ്പേസ് ട്രാവൽ ചെയ്തു, ബാക്കിയുള്ള പ്ലാനറ്റ്സ് കോളനൈസ് ചെയ്തു, ഭയങ്കര ഫ്ലറിഷിങ്. ഹ്യൂമാനിറ്റി അടുത്തൊന്നും എൻഡ് ആവാൻ പോകുന്നില്ല. നമ്മൾ സ്പ്രെഡായി ഓൾമോസ്റ്റ് ഒരു 200 ട്രില്യൺ പോപ്പുലേഷൻ വരെ എത്തും. അതിന് ശേഷം മാത്രമേ ഹ്യൂമാനിറ്റി എൻഡ് ആകുന്നുള്ളൂ. അപ്പോൾ ഈ 2 സിനാരിയോകളിലാണ് ഡൂം ഏർലി, ഡൂം ലേറ്റ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഐഡിയ കാണാൻ പോവാണ്, സെൽഫ് സാമ്പിളിംഗ് അസംഷൻ. അപ്പം സെൽഫ് സാമ്പിളിംഗ് അസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്ര സ്പെഷ്യൽ ആളൊന്നുമല്ല, നമ്മൾ ഫസ്റ്റത്തെ ഹ്യൂമണോ ലാസ്റ്റത്തെ ഹ്യൂമണോ അല്ല, നമ്മളൊരു ടിപ്പിക്കൽ ഹ്യൂമണാണ്. അതായത് ഇതുവരെ ജീവിച്ചതും ജീവിക്കുന്നതും ജീവിക്കാൻ പോകുന്നതും എല്ലാ ഹ്യൂമൻസിനെയും ഒരു ബോക്സിലാക്കി കുലുക്കിയിട്ട് അതിന് ഒരാളെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മളായിരിക്കും. ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. നമ്മളത്ര സ്പെഷ്യലൊന്നുമല്ല, എല്ലാ ഹ്യൂമൻസിനെയും ഒരു ബോക്സ് ഇട്ട് കുലുക്കിയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു ടിപ്പിക്കൽ ഒബ്സർവർ. നമ്മളൊരു ടിപ്പിക്കൽ ഒബ്സർവറാണ്, എക്സ്ട്രാ ഓർഡിനറി, സ്പെഷ്യലൊന്നുമല്ല, നമ്പർ 1 അല്ല, ലാസ്റ്റ് അല്ല, നടുക്ക് എവിടെയോ ആവാനാണ് ചാൻസ് നമ്മൾ. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചിന്തിക്കലിനാണ് സെൽഫ് സാമ്പിളിംഗ് അസംഷൻ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസംഷൻ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ്. ഇങ്ങനത്തെ അസംഷൻ യൂസ് ചെയ്തിട്ട് പല സയൻറ്റിഫിക് അഡ്വാൻറ്റേജസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊരു വൺ വേ ഓഫ് തിങ്കിങ് ആണ്, നമ്മൾ അത്ര സ്പെഷ്യലല്ല എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് കമ്പയർഡ് ടു ഓൾ അതർ ഹ്യൂമൻസ്. സ്പെഷ്യലായ ഹ്യൂമൻസ് വളരെ കുറവാണ്. നമ്പർ 1 ഹ്യൂമൺ, ആഡം, അങ്ങനെ ആദ്യത്തെ ഹ്യൂമൺ അവസാനത്തെ ഹ്യൂമണൊക്കെ കുറച്ചേ ഉണ്ടാവും. അധിക ഹ്യൂമൻസും ഈ നടുക്കുള്ള ഹ്യൂമൻസ് ആയിരിക്കും. അപ്പം നമ്മളും അതിൽപ്പെട്ട ഒരാളാവാനാണ് ചാൻസ് കൂടുതൽ. അതാണ് സെൽഫ് സാമ്പിളിംഗ് അസംഷൻ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോവാണ്, ഇതാണ് ഡൂം ഏർലി സിനാരിയോ. അതായത് 0 to 200 ബില്യൺ വരെ പോപ്പുലേഷൻ ഉണ്ട്. 0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓഫ് ദ ഹ്യൂമാനിറ്റി ആണ്, 200 ബില്യൺ ആണ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഇത് ഒരു ഡൂം ഏർലി സിനാരിയോൻ്റെ ഒരു ഡിപ്പിക്ഷനാണ്. ഇനി വേറൊരു ഡിപ്പിക്ഷൻ, 0 എന്ന് തുടങ്ങി ഹ്യൂമാനിറ്റി പോയി 200 ട്രില്യൺ വരെ എത്തി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൂം ലേറ്റ് സിനാരിയോ. അപ്പോൾ ഡൂം ഏർലിയിൽ 200 ബില്യൺ പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എൻഡാവും. ഡൂം ലേറ്റിൽ 200 ട്രില്യൺ, കുറേ പ്ലാനറ്റൊക്കെ കീഴടക്കി കഴിഞ്ഞ ശേഷമാണ് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി വരുന്നത്. അപ്പം നമ്മൾ ഇതിലിപ്പോൾ എവിടെ എത്തി? നമ്മൾ ഇവിടെയാണുള്ളത്, 100 ബില്യൺ. ഓക്കെ, ഡൂം ലേറ്റിലും ഇവിടെയാണ്. ആ ബ്ലൂ കളർ ലൈനാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൂം ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഈസി ഡെപ്പിക്ഷനാണ്. ശരിക്കും ഡൂം ലേറ്റ് സിനാരിയോ എന്ന് കണ്ടാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവാൻ ഒരു ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൂം ലേറ്റ് എന്ന് പറയുന്നത്. 200 ട്രില്യൺ പോപ്പുലേഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ ഈ കാണുന്ന പോയിന്റിലാണ്, 100 ബില്യൺ എന്നുള്ള പോയിൻ്റാണ് ആ കാണുന്നത്. അപ്പം ഇതിലേതാണ് കൂടുതൽ പ്രോബബിൾ ഗിവൺ ദാറ്റ് നമ്മളെ ബർത്ത് റാങ്ക് 100 ബില്യൺ ആണ് എന്നുള്ളത്. നമ്മൾ മുമ്പ് ഒരു 100 ബില്യൺ ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പം നമ്മൾ ബർത്ത് റാങ്ക് എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ് കൂടുതൽ പ്രോബബിൾ? ഡൂം ഏർലി ആണോ ഡൂം ലേറ്റ് ആണോ? അപ്പം ഡൂം ഏർലി ആണെങ്കിൽ നമ്മൾ ഒരു ടിപ്പിക്കൽ ഒബ്സർവറാണ്. അതായത് 200 ബില്യൺ ആൾക്കാർ ജീവിക്കും. നമ്മൾ ഏകദേശം അതിൻ്റെ നടുക്കുള്ള 100 ബില്യൺത്ത് ആളാണ്. ഇനി ഡൂം ലേറ്റിലാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പെഷ്യലാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ജീവിക്കാൻ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൽ കുറേ പ്ലാനറ്റൊക്കെ കീഴടക്കി, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പ്ലാനറ്റ് കീഴടക്കിയിട്ട് സ്പ്രെഡ് ആവാൻ പോകുന്ന ഹ്യൂമാനിറ്റിയാണ്. നമ്മൾ അതിലെന്തോ ഭാഗ്യം കൊണ്ട് ഈ എർത്തിൽ ജീവിക്കുന്ന ഫസ്റ്റത്തെ 100 ബില്യണിൽ പെട്ടു. അതൊരു സ്പെഷ്യൽ പൊസിഷനാണ് ഇൻ സം സെൻസ്. ആദ്യത്തെ റാങ്ക് നമ്പർ 1 അല്ലെങ്കിൽ റോൾ നമ്പർ 1 ആവാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ 100 ബില്യൺ ആൾക്കാരിൽ പെടാനുള്ള ചാൻസ് എന്താണ്? 200 ട്രില്യൺ ആൾക്കാർ ഉള്ളൊരു ലോകത്തിൽ അത് അൺലൈക്ലി ആണ്. പക്ഷേങ്കിൽ 200 ബില്യൺ ആൾക്കാരുള്ള ഒരു വേൾഡിൽ 100 ബില്യൺ ആവാനുള്ള ചാൻസ് കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പം നമ്മൾ ഡൂം ഏർലി യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക്
ഇങ്ങനെ ആലോചിക്കാം. നമ്മളൊരു ബോക്സിൽ എല്ലാ ഹ്യൂമൻസിനും ഇടുകയാണ്. ബോക്സ് കുലുക്കി ഒരാളെടുത്തു. അയാളെ ബർത്ത് റാങ്ക് 100 ബില്യൺ ആണ്. അപ്പം ഈ ബോക്സിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ടോട്ടൽ? ഈ ബോക്സിൽ 200 ബില്യൺ ആൾക്കാരാണോ ഉണ്ടായത് അതോ 200 ട്രില്യൺ ആൾക്കാരാണോ ഉണ്ടായത്? ഏതാണ് കൂടുതൽ പോസിബിൾ? ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ ബോക്സിൽ നമ്പർ 8 ബോൾ കിട്ടിയ അതേപോലത്തെ ഒരു സിനാരിയോ ആണ് ഇതിൽ. അപ്പം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് 200 ബില്യൺ ആൾക്കാരുള്ള ബോക്സാണ്. അതിൽ നിന്നാണ് നമുക്ക് 100 ബില്യൺത്ത് ബർത്ത് റാങ്ക് കിട്ടുന്ന ഒരാളെ കിട്ടാൻ കൂടുതൽ ചാൻസ് റാദർ ദാൻ 200 ട്രില്യൺ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പം ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈൻഡ് ഓഫ് സെൽഫ് സാമ്പിളിംഗ് അസംഷൻ ഒരു ഹാഫർ വേ ഓഫ് തിങ്കിങ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹാഫറിൻ്റെ ഐഡിയ. അപ്പം സ്ലീപ്പിംഗ് ബ്യൂട്ടി പ്രോബ്ലത്തിൽ ഹെഡ്സും ടെയിൽസും വീഴാനുള്ള ചാൻസ് അക്കോർഡിംഗ് ടു ഹാഫർ 1/2 ആൻഡ് 1/2 ആണ്. ഹെഡ്സ് വീണാൽ ഒരു വട്ടം മാത്രമേ സ്ലീപ്പിംഗ് ബ്യൂട്ടിനെ എണീപ്പിക്കൂ. ടെയിൽസ് വീണാൽ 99 വട്ടം എണീപ്പിക്കും. ഈ കേസിലും ഒരു ഹാഫർ പറയാം ഹെഡ്സിനും ടെയിൽസിനും പ്രോബബിലിറ്റി 1/2 ആണെന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു തേർഡർ എന്താ പറയുക? തേർഡർ പറയാം ഹെഡ്സ് വീഴാനുള്ള ചാൻസ് ആക്ച്വലി 1/100 ആണ്. ടെയിൽസ് വീഴാനുള്ള ചാൻസ് 99/100 ആണ്. കാരണം 100 പോസിബിൾ അവേക്കനിങ്സ് ആണുള്ളത്. അതിൽ 99ഉം ടെയിൽസിലാണ്. ഹെഡ്സിലാകെ ഒറ്റൊരു അവേക്കനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ടെയിൽസ് പ്രിഫർ ചെയ്യണം. ടെയിൽസാണ് വീഴാൻ കൂടുതൽ ചാൻസ്. കാരണം ഗിവൺ ദാറ്റ് ഞാൻ എണീറ്റു എന്നുള്ളൊരു ഫാക്റ്റ് കൂടുതൽ പ്രോബബിൾ അണ്ടർ ടെയിൽസ്. കാരണം അതിൽ 99 വട്ടം ഞാൻ എണീക്കുന്നുണ്ട്. ഹെഡ്സിൽ ഞാൻ ഒറ്റ വട്ടം എണീക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ തിങ്കിങ് നമ്മളെങ്ങനെയാണ് ഡൂംസ്ഡേയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഒരു ഹാഫർ അല്ലെങ്കിൽ സെൽഫ് സാമ്പിളിംഗ് അസംഷൻ എടുക്കുന്ന ഒരാൾ എന്താ പറയുക? ഓക്കെ, ഡൂം ഏർലി ഡൂം ലേറ്റ് 2 പോസിബിൾ സിനാരിയോ ഉള്ളത്. 2 പോസിബിൾ സിനാരിയോ ഉള്ളതുകൊണ്ട് രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റി. കാരണം 2 പോസിബിലിറ്റീസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മളെ ബർത്ത് റാങ്ക് 100 ബില്യൺ ആണെന്നുള്ളൊരു ഫാക്റ്റ് മനസ്സിലാക്കുമ്പം ഡൂം ഏർലീൻ്റെ പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഡൂം ലേറ്റിൻ്റെത് കുറയുന്നു, ഡൂം ഏർലിൻ്റെത് കൂടി. അപ്പം നമ്മൾ ഡൂം ഏർലി യൂണിവേഴ്സിനാണ് ജീവിക്കുന്നതെന്നാണ് ഹാഫർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫ് സാമ്പിളിംഗ് അസംഷൻ എടുക്കുന്ന ആൾ പറയുന്നത്. പക്ഷെങ്കിൽ ഒരു തേർഡർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അക്കോർഡിംഗ് ടു എ തേർഡർ സെൽഫ് ഇൻഡിക്കേഷൻ അസംഷനാണ് ഒരു തേർഡർ എടുക്കുക. അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരുള്ള ഒരു സിനാരിയോ ആണ് പ്രിഫർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ 2 സിനാരിയോ വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യാണ്. പക്ഷേ ഇപ്പോൾ ഒരു തേർഡറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡൂം ഏർലിയും ഡൂം ലേറ്റും ഉണ്ട്. പക്ഷേങ്കിൽ ഡൂം ലേറ്റിൽ കുറേയും കൂടി ആൾക്കാരുണ്ട്. 200 ട്രില്യൺ ആൾക്കാരുണ്ട്. ഡൂം ഏർലിയിൽ വെറും 200 ബില്യൺ ആൾക്കാരേ ഉള്ളൂ. അപ്പം ഞാനൊരാളാണ്. അപ്പം ഞാൻ പറയുന്നത് ഓക്കെ, ഡൂം ലേറ്റ് സിനാരിയോയിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അതിൽ പെടാനാണ് കൂടുതൽ ചാൻസ്. ഡൂം ഏർലിയിലാകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കമ്പയർ ടു ഡൂം ലേറ്റ്. അപ്പം ഞാൻ ഡൂം ലേറ്റ് സിനാരിയോയിലുള്ള ഒരാളാവാനാണ് പ്രയർ പ്രോബബിലിറ്റി കൂടുതൽ. അപ്പം ഡൂം ലേറ്റിന് കൂടുതൽ ചാൻസ് കൊടുക്കുന്നു, പ്രയർ പ്രോബബിലിറ്റി. കാരണം അതിൽ കുറേ ആൾക്കാരുണ്ട്, ഡൂം ഏർലിയിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മുടെ ബർത്ത് റാങ്ക്. നമ്മളെ ബർത്ത് റാങ്ക് 100 ബില്യൺ ആണ്, ചെറിയൊരു ബർത്ത് റാങ്കാണ്. ആ ഒരു കൺസിഡറേഷൻ എടുക്കുമ്പോൾ ഡൂം ലേറ്റിൻ്റെ ചാൻസ് കുറയുകയാണ് ആൻഡ് ഡൂം ഏർലിൻ്റെ ചാൻസ് കൂടുന്നു. എന്നിട്ട് ഇത് രണ്ടും സെയിം ആവുന്നു. അപ്പം തേർഡറിനെ സംബന്ധിച്ചിടത്തോളം ഡൂം ഏർലിയും ഡൂം ലേറ്റും ഒരേപോലെ പ്രോബബിളാണ്, ഗിവൺ ദാറ്റ് നമ്മുടെ ബർത്ത് റാങ്ക് 100 ബില്യൺ ആണെന്നുള്ളത്. അപ്പോൾ ഒരു തേർഡറിന് ഈ ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് വർക്കാവില്ല. ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് ഡൂം ഏർലി സിനാരിയോ ആണ് കൂടുതൽ പ്രോബബിൾ എന്ന് കാണിക്കുന്ന ഒരു സിനാരിയോ ആണ്. പക്ഷേങ്കിൽ ഒരു തേർഡർ അല്ലെങ്കിൽ SIA സെൽഫ് ഇൻഡിക്കേഷൻ അസംഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആർഗ്യുമെൻറ്റ് വർക്കാവില്ല. കാരണം കൂടുതൽ ആൾക്കാരുള്ള സിനാരിയോക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട്. അതിനുശേഷം നമ്മൾ ബർത്ത് റാങ്ക് ലോ ആണെന്ന് മനസ്സിലാക്കുമ്പം നമ്മൾ
അപ്ഡേറ്റ് ചെയ്യാണ് നമ്മുടെ പ്രോബബിലിറ്റി. എന്നിട്ട് 2 സിനാരിയോക്കും ഈക്വൽ പ്രോബബിലിറ്റി കൊടുക്കുന്നു. ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് നോക്കാം. അപ്പം തോട്ട് എക്സ്പെരിമെൻ്റ് പേര് ഗോഡ്സ് എക്സ്ട്രീം കോയിൻ ടോസ്. ഓക്കെ, നമ്മളപ്പം നിങ്ങളെ മൈൻഡിലെല്ലാം മായ്ച്ചളയാ. പെട്ടെന്ന് നിങ്ങൾക്ക് ബോധം വരികയാണ്, ഒരു ഇരുട്ടുള്ള ഒരു റൂമിൽ നിങ്ങൾക്ക് ബോധം വരികയാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു അശരീരി കേൾക്കുകയാണ്. എവിടുന്ന് ഒരു വലിയൊരു വോള്യം, ഒരു സൗണ്ട്, ഒരു ഓംനിപൊട്ടൻ ബീയിങ് ഇങ്ങനെ പറയാണ്, ഞാനൊരു ഗെയിം കളിച്ചു. ആ ഗെയിം ഞാനൊരു കോയിൻ ടോസ് ചെയ്യുകയാണ്. ഇതാണ് ആ ഗെയിം. ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡ്സ് വരികയാണെങ്കിൽ ഞാൻ 10 റൂമുണ്ടാക്കി. ആ 10 റൂമിലും ഓരോ ആൾക്കാരെ ഇട്ടു. നിന്നെപ്പോലത്തെ ഓരോ ആൾക്കാരെ ആ 10 റൂമിൽ വിട്ടു. ലോക്ക്ഡ് റൂമാണ്. ആ റൂമിൽ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേങ്കിൽ ആ നമ്പേഴ്സ് ഇരുട്ടത്ത് കാണൂല. ഓക്കെ, ഹെഡ്സ് ആണെങ്കിൽ ഞാൻ 10 ആൾക്കാരെ 10 റൂമിൽ ഉണ്ടാക്കി. 1 റൂമിൽ 1 പേഴ്സൺ. ടെയിൽസ് ആണെങ്കിൽ ഞാൻ ഒറ്റൊരു റൂം മാത്രമേ ഉണ്ടാക്കൂ, അതിലൊരാളെയും ഞാൻ വെക്കും. ഇനി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, കോയിൻ വീണത് ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ? അതാണ് ചോദ്യം. അപ്പം നിങ്ങളൊരു SSA ആളാണെങ്കിൽ നിങ്ങൾ പറയും, ഓക്കെ, ഹെഡ്സിൻ്റെയും ടെയിൽസിൻ്റെയും ചാൻസ് ഒബ്വിയസ്ലി 1/2 1/2 ആണ്. എത്ര ആൾക്കാർ ഉണ്ടാക്കുന്നൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഹെഡ്സ് 1/2, ടെയിൽസ് 1/2, ഞാൻ അത്ര അറിയണ്ടു. അപ്പോൾ ഒരു SSA കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അശരീരി കേട്ടതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹെഡ്സും ടെയിൽസിൻ്റെയും ചാൻസ് 1/2 1/2 ആണെന്നാണ്. നിങ്ങളൊരു SIA കാരനാണ് അല്ലെങ്കിൽ ഒരു തേർഡർ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത്, ഓക്കെ, 11 പോസിബിൾ ആൾക്കാരാണ് ഉള്ളത്. അതിൽ 10 ആൾക്കാരും ഹെഡ്സിലാണ്, ഒറ്റൊരാൾ മാത്രമേ ടെയിൽസിലുള്ളൂ. അപ്പം ഗിവൺ ദാറ്റ് ഞാനൊരാളാണ്, അപ്പം ഞാൻ കൂടുതൽ ചാൻസ് ഹെഡ്സ് ലോകത്ത് ഉണ്ടാവാനാണ്. ഹെഡ്സ് വീണാൽ 10 ആൾ ഉണ്ടാക്കും. അപ്പം എന്നെപ്പോലത്തെ ഒരാൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ടെയിൽസിൽ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1/11 ടെയിൽസിനും ഹെഡ്സിന് 10/11. ടോട്ടൽ 11 ആൾക്കാരിൽ 10 പോസിബിൾ ആൾക്കാരും ഹെഡ്സിലും 1 പോസിബിൾ ആൾ ടെയിൽസിലും. SIA കാരൻ കൊടുക്കുന്ന പ്രോബബിലിറ്റി ഹെഡ്സിന് 10/11, ടെയിൽസിന് 1/11. ഇനി നമ്മൾ ഒരു അഡീഷണൽ സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. ബേസ് റൂൾ വെച്ചിട്ട് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബേസ് റൂളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഈ സിനാരിയോയിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇരുട്ടത്തായിരുന്നു നിങ്ങളെ മൊത്തം സിനാരിയോ. അപ്പോൾ ഇരുട്ടത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബോധം വന്നു, ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളൊരു SSA കാരനാണെങ്കിൽ നിങ്ങൾ പറയും, ഓക്കെ, ഹെഡ്സിനും ടെയിൽസിനുള്ള ചാൻസ് 1/2 1/2. ഇനി നിങ്ങൾ ഇരുട്ടത്ത് കുറേ തപ്പിയപ്പോൾ നിങ്ങൾക്കൊരു ലൈറ്റ് കിട്ടി. നിങ്ങൾ ആ ലൈറ്റ് ഓൺ ആക്കുന്നു. അപ്പോൾ ആ റൂമിൻ്റെ അകത്തുള്ള നമ്പർ നിങ്ങൾ കാണാണ്, ഇത് റൂം നമ്പർ 1 ആണെന്നുള്ളത്. ഓക്കെ, ഇതൊരു അഡീഷണൽ ഫാക്റ്റാണ്, റൂം നമ്പർ 1 ആണെന്നുള്ളത്. ഇനി നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾ ഏത് വേൾഡിലാണ്? ഹെഡ്സ് വീണപ്പം ഹെഡ്സ് ആണോ വീണത്, ടെയിൽസ് ആണോ വീണത്? അപ്പം നമ്മൾ ഒന്നും കൂടി ആലോചിക്കുകയാണ്. ഓക്കെ, നമ്മൾ പ്രയർ പ്രോബബിലിറ്റി ഹെഡ്സിനും ടെയിൽസിനും 1/2 1/2. ഇനി നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ റൂം നമ്പർ 1 ആണെന്നുള്ളത്. അപ്പം ഹെഡ്സിലുള്ള 9 റൂമിലും നമ്മളില്ല, ഒറ്റ റൂം നമ്പർ 1 മാത്രമേ നമ്മളുള്ളൂ. അപ്പം റൂം നമ്പർ 1 ചാൻസ് 1/10 ആണ്. 10 റൂമുണ്ട്, അതിൽ എനിക്ക് റൂം നമ്പർ 1 കിട്ടാനുള്ള ചാൻസ് 1/10 ആണ്. ടെയിൽസിലാണെങ്കിൽ ഒറ്റൊരു റൂം മാത്രമേ ഉള്ളൂ. അപ്പം ടെയിൽസിലാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും റൂം നമ്പർ 1 ഉണ്ടാവുക. അപ്പം ഞാൻ റൂം നമ്പർ 1 എന്നുള്ള ഒരു അഡീഷണൽ ഫാക്റ്റ് ഞാൻ മനസ്സിലാക്കുമ്പം ഞാൻ എൻ്റെ പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യണം ബേസ് റൂൾ വെച്ചിട്ട്. അപ്പം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പം പ്രോബബിലിറ്റി കിട്ടൽ ടെയിൽസിന് 10/11 ഹെഡ്സിന് 1/11 ആണ്. അതായത് ഞാൻ റൂം നമ്പർ 1 മനസ്സിലാക്കുമ്പോൾ ടെയിൽസാണ് വീഴാൻ കൂടുതൽ സാധ്യത. കാരണം ടെയിൽസ് വീണാൽ ഞാൻ എന്തായാലും റൂം നമ്പർ 1 ഉണ്ടാവും. ഹെഡ്സ് ആണെങ്കിൽ 10 റൂമിൽ ഏതോ റൂമിലാണ് ഞാൻ ഉണ്ടാവുക, അതിൽ റൂം നമ്പർ 1 കിട്ടാനുള്ള ചാൻസ് കുറവാണ്, 1/10 ആണ്. അപ്പം ഇതെല്ലാ പ്രോബബിലിറ്റിയും കൂടി നമ്മൾ ബേസ് റൂൾ വെച്ച് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഈ മുകളിൽ കാണുന്ന ഹെഡ്സിനുള്ള ചാൻസ് 1/11 ടെയിൽസിലുള്ള ചാൻസ് 10/11. അതായത് ഒറ്റ റൂം, ഒറ്റ ഒരാൾ മാത്രമുള്ള ഹൈപ്പോത്തസിസ്
ടെയിൽസ് വീണു എന്നുള്ള ഹൈപ്പോത്തസിസിന് കൂടുതൽ ചാൻസ് വരാണ്. ഇനി നമ്മളൊരു SIA-കാരൻ്റെ മെൻറ്റാലിറ്റിയിൽ ചിന്തിച്ച് നോക്കാം. SIA-കാരൻ പറയുന്നത് ഓക്കെ, ഹെഡ്സ് വീണാൽ 10 ആൾ, ടെയിൽസ് വീണാൽ ഒറ്റൊരാൾ. അപ്പം ഹെഡ്സിനുള്ള ചാൻസ് 10/11, ടെയിൽസിനുള്ള ചാൻസ് 1/11. ഓക്കെ, ഇനി നിങ്ങൾ ഇരുട്ടത്ത് തപ്പി ലൈറ്റ് ഓണാക്കി റൂം നമ്പർ 1 ആണെന്ന് മനസ്സിലാക്കി. അപ്പം നിങ്ങൾ എന്താ പറയുക? ഓക്കെ, ഒന്നുകിൽ ഞാൻ ടെയിൽസ് വേൾഡിലുള്ള ഒറ്റൊരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഹെഡ്സ് വേൾഡിലുള്ള റൂം നമ്പർ 1-ലുള്ള ആളാണ്. ഈ ബാക്കിയുള്ള 9 ആളും ആവാനുള്ള ചാൻസ് ഇല്ല, ഞാൻ റൂം നമ്പർ 1-ലാണ്. റൂം നമ്പർ 1-ലാവാനുള്ള ചാൻസ് 1/10 ആണ് ഹെഡ്സ് വീണാൽ. ടെയിൽസിലാണെങ്കിൽ നേരത്തെ പോലെ തന്നെ 1/1. ഉറപ്പായിട്ടും ടെയിൽസ് വീണെങ്കിൽ ഞാൻ റൂം നമ്പർ 1-ലായിരിക്കും. പക്ഷേങ്കിൽ ഇതിലെ പ്രയർ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. ഹെഡ്സ് വീഴാനുള്ള ചാൻസ് 10/11 ആണ്, ടെയിൽസ് വീഴാനുള്ള ചാൻസ് 1/11 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ബേസ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹെഡ്സിനും ടെയിൽസിനുള്ള ചാൻസ് രണ്ടും 1/2, 1/2. അതായത് ഒന്നുകിൽ ഹെഡ്സ് വേൾഡിലുള്ള റൂം നമ്പർ 1-ലാണ് ഞാൻ, അല്ലെങ്കിൽ ടെയിൽസ് വേൾഡിലുള്ള റൂം നമ്പർ 1-ലാണ് ഞാൻ. വേറൊരു ഹെഡ്സ് വേൾഡിലുള്ള വേറൊരു റൂമിലും ഞാനില്ല എന്ന് മനസ്സിലാവാണ്. അപ്പോൾ ഒന്നുകിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഹെഡ്സ് വേൾഡിലുള്ള റൂം നമ്പർ 1, ടെയിൽസ് വേൾഡിലുള്ള റൂം നമ്പർ 1, രണ്ടും ഈക്വലി പ്രോബബിളാണ്. ഹെഡ്സ് വേൾഡിന് പ്രയർ പ്രോബിലിറ്റി കൂടുതലായിരുന്നു, അതിൽ റൂം നമ്പർ 1 കിട്ടാനുള്ള പ്രോബിലിറ്റി കുറവാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായിട്ട് ലാസ്റ്റ് 1/2 കിട്ടും. രണ്ടിനുള്ള ചാൻസും ഈക്വലാണ്. അപ്പം ഇങ്ങനെയാണ് രണ്ടുപേരും ചിന്തിക്കുന്നത്. അപ്പം ഇതേ ചിന്ത നമുക്ക് തിരിച്ച് ഡൂംസ്ഡേയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2 സിനാരിയോ ആണ് ഉള്ളത്. ഡൂം ഏർലി, ഡൂം ലേറ്റ്. ഡൂം ഏർലിയിൽ പെട്ടെന്ന് അവസാനിക്കും ഹ്യൂമാനിറ്റി. ഡൂം ലേറ്റിൽ കുറേ പ്ലാനറ്റ്സൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ കോളനൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം SSA സെൽഫ് സാമ്പിളിംഗ് അസംഷൻ എടുക്കുന്ന ഒരാൾ പറയാം ഡൂം ഏർലിക്കും ഡൂം ലേറ്റിനും ഇനീഷ്യൽ പ്രോബബിലിറ്റി ഈക്വലാണ്. 2 സിനാരിയോ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, രണ്ടിനും ഈക്വൽ പ്രയർ. നമ്മളെ ബർത്ത് ഓർഡർ ലോ ആണെന്നുള്ള ഒരു ഡേറ്റ കിട്ടിയെന്ന് 100 ബില്യൺ ആണ് നമ്മൾ ബർത്ത് ഓർഡർ എന്ന് മനസ്സിലാക്കുമ്പം ഡൂം ഏർലി സിനാരിയോൻ്റെ പ്രോബബിലിറ്റി കൂടുന്നു, ഡൂം ലേറ്റിനുള്ള പ്രോബബിലിറ്റി കുറയുന്നു. ഇതാണ് SSA-കാരൻ്റെ തിങ്കിങ്. ഒരു SIA-കാരൻ്റെ തിങ്കിങ് ആണെങ്കിൽ ഡൂം ലേറ്റിനാണ് കൂടുതൽ പ്രയർ പ്രോബബിലിറ്റി ഡൂം ഏർലിനെ കാട്ടിയും. കാരണം അതിൽ കുറേ ആൾക്കാരുണ്ട് ഡൂം ലേറ്റ് സിനാരിയോയിൽ. അതിൽ ഏതെങ്കിലും ഒരാൾ ഞാനാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡൂം ഏർലിയിൽ ആകെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, കുറച്ച് ഒബ്സർവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഡൂം ലേറ്റിന് കൂടുതൽ പ്രയർ പ്രോബബിലിറ്റി ഉണ്ട്. ഇനി നമ്മളെ ബർത്ത് ഓർഡർ ലോ ആണെന്നുള്ളൊരു ഫാക്റ്റ് ഡിസ്കവർ ചെയ്യുമ്പം ബേസ് റൂൾ വെച്ച് നമ്മളെ ക്രീഡൻസ് അപ്ഡേറ്റ് ചെയ്യാണ്. ബർത്ത് ഓർഡർ ലോ ആണെങ്കിൽ ഡൂം ഏർലി സിനാരിയോ ആണ് കൂടുതൽ ചാൻസ്. അപ്പം ഡൂം ഏർലിൻ്റെത് ചാൻസ് കൂടുന്നു, ഡൂം ലേറ്റിൻ്റെത് കുറയുന്നു. പക്ഷേ ഡൂം ലേറ്റിൻ്റെ ചാൻസ് ഇനീഷ്യലി ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഈ ഫാക്റ്റ് ഡിസ്കവർ ചെയ്യുമ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് ഈക്വൽ ആവുന്നു. അപ്പം നമ്മൾ ബർത്ത് ഓർഡർ ലോ ആണെന്ന് മനസ്സിലാക്കുമ്പം ഡൂം ഏർലിൻ്റെ ചാൻസ് കൂടുമെന്ന് 2 ടീമും SIA-കാരും SSA-കാരും എഗ്രി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ പ്രയർ പ്രോബബിലിറ്റി എന്തിനാണ് കൂടുതൽ കൊടുക്കേണ്ടതെന്നുള്ളൊരു ഫാക്റ്റിനാണ് ഡിസഗ്രിമെൻ്റ് ഉള്ളത്. അപ്പോൾ SIA-കാർ കൂടുതൽ ആൾക്കാരുള്ള, കൂടുതൽ ഒബ്സർവേഴ്സുള്ള സിനാരിയോക്ക് കൂടുതൽ പ്രയർ കൊടുക്കുന്നു. ബർത്ത് ഓർഡർ ലോ ആണെന്ന് മനസ്സിലാക്കും, ആ എക്സ്ട്രാ പ്രയർ ക്യാൻസൽ ആവുന്നു. എന്നിട്ട് 2 ഡൂം ഏർലിയും ഡൂം ലേറ്റും കൂടി ഒരേപോലെ പ്രോബബിൾ ആവുന്നു. അപ്പോൾ ഇതാണ് 2 സിനാരിയോ. അപ്പം SIA-കാർക്ക് ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് വർക്കാവില്ല. പക്ഷേ നിങ്ങളൊരു SSA ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ഹാഫർ ആണെങ്കിൽ നിങ്ങൾ ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് സീരിയസ് ആക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് SIA എടുത്താലോ, എളുപ്പത്തിൽ നമുക്ക് ഡൂംസ്ഡേ ഒഴിവാക്കാമല്ലോ, ആ ഒരു ബിലീഫിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ SIA എടുത്താലോ. അപ്പം SSA-കാർ പറയാണ് അങ്ങനെ എടുക്കാൻ വരട്ടെ, SIA-ക്ക് ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതാ പിടിച്ചോ ഒരു ആർഗ്യുമെൻറ്റ്, പ്രിസംച്വസ് ഫിലോസഫർ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതെന്താണ്? ഒരു തോട്ട് എക്സ്പെരിമെൻ്റാണ്. ഇതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഫ്യൂച്ചറിൽ നടക്കുകയാണ്. ഇയർ 2100 ആണ്. ഇനിയും ഒരു 75 ഇയേഴ്സ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. അന്നേരം 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. അന്നേരത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് തിയറിയാണ് സൂപ്പർ ഡൂപ്പർ സിമെട്രി. ആ തിയറി അനുസരിച്ചിട്ട് 2 സിനാരിയോസാണ് പോസിബിൾ. ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഓഫ് ദ യൂണിവേഴ്സ്
വലിയ ഒരു യൂണിവേഴ്സാണ്, ബട്ട് ഫൈനൈറ്റ് ആണ്. ഓക്കെ, അതിലൊരു 1 ട്രില്യൺ ആൾക്കാർ ആണ് ഈ യൂണിവേഴ്സിൻ്റെ സൈസ് ഉള്ളത്. ഇറ്റ് ഈസ് വെരി ബിഗ് ബട്ട് ഫൈനൈറ്റ്. അതാണ് തിയറി 1. തിയറി 2 പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ലാർജ് യൂണിവേഴ്സ്. പോപ്പുലേഷൻ ഈസ് 1 ട്രില്യൺ. അപ്പം അത്രയും വലിയൊരു യൂണിവേഴ്സാണ്. അതിൽ 1 ട്രില്യൺ ആൾക്കാരുണ്ട്. അപ്പം തിയറി 1 കുറച്ചും കൂടി ചെറിയൊരു യൂണിവേഴ്സാണ് കമ്പയർഡ് ടു തിയറി 2. അപ്പോൾ ഇതിൽ ഏത് യൂണിവേഴ്സാണ് ആക്ച്വലി ട്രൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യണം. ഒരു ചെറിയൊരു യൂണിവേഴ്സിൻ്റെ മാസ് എനർജി റേഷ്യോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അവിടെ ഇടാം. അങ്ങനെ ഒരു ചെറിയൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് നടത്തിയാൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ സൈസ് മനസ്സിലാക്കാം. സൈസ് ചെറുതാണെങ്കിൽ അതിൽ 1 ട്രില്യൺ ആൾക്കാരെ ഉണ്ടാവും. യൂണിവേഴ്സിൻ്റെ സൈസ് വെരി വെരി ലാർജ് ആണെങ്കിൽ 1 ട്രില്യൺ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പം ആ ടൈമിലൊരു മെയിൻ ഫിലോസഫീൻ്റെ ഫീൽഡിൽ ഇങ്ങനെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു SIA ഫിലോസഫർ വരികയാണ്. എന്നിട്ട് പറയാണ്, വേണ്ട, നിങ്ങളിങ്ങനെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്ത് പൈസ കളയണ്ട, ഞാൻ പറഞ്ഞുതരാം ഏത് തിയറിയാണ് കൂടുതൽ പ്രോബബിൾ. തിയറി 2 ആണ് കൂടുതൽ പ്രോബബിൾ. കാരണം അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. 1 ട്രില്യൺ ആൾക്കാരുണ്ട്. തിയറി 1 1 ട്രില്യൺ ആൾക്കാരേ ഉള്ളൂ. അപ്പം തിയറി 2 ശരിയാവാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. കാരണം നമ്മളൊക്കെ ആൾക്കാരാണ്, ഞാനൊരാളാണ്, അപ്പം ഞാനൊരു ഒബ്സർവറാണ്. സോ വി ഷുഡ് പ്രിഫർ ദ തിയറി വിച്ച് ഹാസ് മോർ ഒബ്സർവേഴ്സ് ഓവർ ദ തിയറി വിച്ച് ഹാസ് ലെസ് ഒബ്സർവേഴ്സ്. അപ്പോൾ കൂടുതൽ ഒബ്സർവേഴ്സുള്ള തിയറിയാണ് ഒരു ഒബ്സർവർ പ്രിഫർ ചെയ്യേണ്ടത്. ഞാനൊരു ഒബ്സർവറാണ് എന്നുള്ളൊരു ഫാക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1 ട്രില്യൺ പോപ്പുലേഷനുള്ള യൂണിവേഴ്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് സോ മച്ച് ഹയർ ദാൻ ജസ്റ്റ് 1 ട്രില്യൺ. ഇനിയിപ്പോൾ ഈ ഫിലോസഫറിനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തെന്ന് തന്നെ വിചാരിച്ചോ. ഈ ഫിലോസഫർ പറഞ്ഞത് മൈൻഡാക്കാണ്ട് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് T1 സയൻറ്റിഫിക്കലി 2 times മോർ പ്രോബബിൾ ദാൻ T2. അതായത് കുറച്ച് ആൾക്കാരുള്ള യൂണിവേഴ്സാണ് കൂടുതൽ പ്രോബബിൾ സയൻറ്റിഫിക്കലി ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ. എന്നാലും ഈ ഫിലോസഫർ പറയും അല്ല, പ്രയർ പ്രോബബിലിറ്റി ഈസ് സോ മച്ച് ഹയർ ഫോർ T2. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെറിയൊരു പുഷ് T1 കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പ്രയർ പ്രോബബിലിറ്റി ഓഫ് T2 ഈസ് സോ മച്ച് ഹയർ. അതുകൊണ്ട് ഞാൻ എന്തായാലും മൈൻഡ് മാറ്റാനൊന്നും പോകുന്നില്ല, T2 തന്നെയാണ് കൂടുതൽ പ്രോബബിൾ. എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സയൻറ്റിഫിക് എവിഡൻസ് വരുന്നത് വരെ ഞാൻ T2 ആണ് കൂടുതൽ പ്രോബബിൾ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ബാഡ് അടിക്കുന്നുണ്ട്. സയൻറ്റിഫിക് എവിഡൻസ് ഫേവർ ചെയ്യുന്ന ഒരു തിയറി നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഇത്രയും ഒരു മാത്തമാറ്റിക്കൽ കൺസിഡറേഷൻ കാരണം ഈ SIA ഒരു തിയറി എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി കുറേ ആൾക്കാരുള്ള ഒരു യൂണിവേഴ്സുള്ള തിയറീസിന് പ്രിഫറൻസ് കൂടുകയാണ്. അപ്പോൾ മൾട്ടിവേഴ്സ് പോലുള്ള തിയറീസിന് പ്രിഫറൻസ് കൂടും SIA ആണ് എടുക്കുന്നത്. കാരണം മൾട്ടിവേഴ്സിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം അതിലാണ് നമ്മളെ എക്സിസ്റ്റൻസ് കൂടുതൽ പ്രോബബിൾ എന്നുള്ള രീതിയിൽ ആണ് ഒരു SIA-കാരൻ പറയുന്നത്. അപ്പം ഈ പ്രിസംപ്ച്വസ് ഫിലോസഫർ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് ഒരു SIA-കാരൻ ഫേസ് ചെയ്യുക, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ SIA-കാർ പ്രിസംപ്ച്വസ് ഫിലോസഫർ ആർഗ്യുമെൻറ്റ് ഫേസ് ചെയ്യണം, SSA-കാർ ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് ഫേസ് ചെയ്യണം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പം ഇത് കുറേ ടു ആൻഡ് ഫ്രോ ആർഗ്യുമെൻറ്റ് പോകുന്ന ഒരു സ്ഥലമാണ്. ഇതുവരെ ഒരു കൺസെൻസസ് ഒന്നുമില്ല. SIA-കാരും SSA-കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പേപ്പർ എഴുതലും അടിയുമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഹാഫറാണോ തേർഡറാണോ? നിങ്ങൾക്ക് SIA ആണോ ഇഷ്ടം, SSA ആണോ ഇഷ്ടം? അപ്പം നിങ്ങളെ പ്രിഫറൻസ് എന്തിനാണ്? ഡൂംസ്ഡേ നിങ്ങൾ ഫേസ് ചെയ്യോ, SSA എടുത്തിട്ട് നിങ്ങൾ ഡൂംസ്ഡേ ഫേസ് ചെയ്യോ, അതോ SIA എടുത്തിട്ട് നിങ്ങൾ മൾട്ടിവേഴ്സ് ഫേസ് ചെയ്യോ? ഏതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പം ഇതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് ഫേസ് ചെയ്യാൻ SSA-കാർക്ക് വേറെയും മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ SSA എടുത്തുകൊണ്ട് തന്നെ ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റ് വരെ നമ്മൾ എത്തണം എന്നില്ല. നമ്മൾ വേറെയും വഴികൾ ചെയ്ത്, അപ്പം നമ്മൾ നേരത്തെ കണ്ട SSA-ൻ്റെ ഡെഫിനിഷൻ്റെ ഒരു റെഫറൻസ് ക്ലാസ്സൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ റെഫറൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർലി ഡിഫൈൻഡ് ഐഡിയ ഒന്നല്ല.
അതിൽ കുറേ നമുക്ക് മുമ്പുള്ള ഹ്യൂമാനിറ്റിക്ക് മുമ്പുള്ള കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ ബീയിങ്സിനെ മങ്കീസും എയ്പ്സും അങ്ങനത്തെ വേറെ കുറേ ആനിമൽസിനൊക്കെ നമ്മൾ റെഫറൻസ് ക്ലാസ്സിൽ ആഡ് ചെയ്താൽ ഈ കാൽക്കുലേഷൻ മാറാം. ഇനി ഫ്യൂച്ചറിലുണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരെയും നമ്മൾ റെഫറൻസ് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ കുറേ കൺസിഡറേഷൻസ് ഉണ്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ റാൻഡംലി സെലക്റ്റഡ് ആണ് ഫ്രം എ ബോക്സിൽ എല്ലാ പോസിബിൾ ഹ്യൂമൻസിനെയും കുലുക്കി ഒരു ബോക്സിൽ നിന്ന് എടുത്ത ആളാണ് നമ്മൾ എന്നുള്ള കൺസിഡറേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ്. അങ്ങനെ പല പല രീതിയുണ്ട്. ഞാൻ ജസ്റ്റ് ഈ കേസ് പ്രസൻറ്റ് ചെയ്തൊരു SIA vs SSA എന്നുള്ള ആന്ത്രോപിക്സിലുള്ള രണ്ട് പ്രോമിനൻറ്റ് കൺസിഡറേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡൂംസ്ഡേ ആർഗ്യുമെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ കമൻസിലിടുക. പലർക്കും ചെറിയ ഫിഷി ആയിട്ട് തോന്നുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം നമ്മളെ ബർത്ത് ഓർഡർ ഇത്രയും ചെറുതാണെന്നുള്ളൊരു ഫാക്റ്റിൽ നിന്ന് നമ്മൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസ്, അതായത് ഹ്യൂമാനിറ്റി പെട്ടെന്ന് അവസാനിക്കും എന്നെല്ലാം പറയുന്ന പോലത്തെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഗ്രാൻഡ് കൺക്ലൂഷൻസ് വലിക്കുന്ന പോലെ ഉണ്ട്. അപ്പം പലർക്കും ഫിഷി ആയിട്ട് തോന്നാറുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് നിങ്ങൾ കമൻസിലിടുക. ഇങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് ഡിസ്കോഡ് ഉണ്ട്, അവിടെയും വരാം. അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. ഈ വീഡിയോക്ക് യൂസ് ചെയ്ത ചില പേപ്പേഴ്സ്, ഇഷ്ടംപോലെ പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ചിലത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ചിലത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതും ചെക്കൗട്ട് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണാം. അതിന് മുമ്പ് ലോകം അവസാനിച്ചില്ലെങ്കിൽ. അപ്പം ബൈ.